നീ എന്താടി ഇങ്ങനെ നടക്കുന്നത്? നിനക്കെന്താ മര്യാദക്ക് നടക്കാൻ പോലും കഴിയുന്നില്ലേ? വിഹാന്റെ ചോദ്യം കേട്ടതും ദിയ അവനെ ദേഷ്യത്തോടെ നോക്കി. ശരിയായിപ്പോയി, ആദ്യം എഴുന്നേറ്റ് കുളിച്ചിട്ട് ഇറങ്ങാം. ഞാൻ അനന്യയോട് ഇതിനെക്കുറിച്ചൊന്ന് ചോദിച്ചോളാം. അത്രയും പറഞ്ഞ് ദിയ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ കാലുകൾക്ക് തൻ്റെ ശരീരത്തിൻ്റെ ഭാരം പോലും താങ്ങാൻ കഴിയാത്തതുപോലെ അവളൊന്നും വേച്ചുപോയി. അയ്യോ! വീഴാൻ പോയ ദിയെ വിഹാൻ പെട്ടെന്ന് താങ്ങി പിടിച്ചു. ശ്രദ്ധിച്ച് നടക്കുന്നേ. അവൻ്റെ കൈകൾ പിടിച്ചു നിന്നുകൊണ്ട് ദിയ ഒരു ദീർഘനിശ്വാസം വിട്ടു. അതേടാ, നാട്ടിൽ പോയിട്ട് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇന്ന് രാത്രി വിളക്കെടുക്കണം. അന്ന് എത്ര വലിയ ചടങ്ങാണെന്ന് അറിയോ നിനക്ക്? എനിക്കാണെങ്കിൽ കാലനക്കാൻ പോലും കഴിയുന്നില്ല. ആൾക്കാരുടെ കൂട്ടത്തിനിടയിൽ ഞാൻ എങ്ങനെ നടന്നു വരും? എല്ലാം വേസ്റ്റായിപ്പോയി, അവൾ വിഷമത്തോടെ പറഞ്ഞപ്പോൾ വിഹാൻ ചെറുതായെന്ന് ചിരിച്ചു. ശരി, പോയി നീ കുളിച്ചിട്ട് വാ. അവളെ പതുക്കെ കുളിമുറിയിലേക്ക് കൊണ്ടുപോയി നിർത്തിയ ശേഷം വിഹാൻ പുറത്തേക്ക് വന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് ദിയ പുറത്തേക്ക് വന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി വിഹാന് അവളുടെ പാവം തോന്നി. എന്നാൽ ആ പാവം തോന്നലിനിടയിലും ചുണ്ടിൻ്റെ കോണിൽ ഒരു കുസൃതി തിരിച്ചെളിഞ്ഞു. അത് കണ്ടതും ദിയയുടെ മുഖം ചുവന്നു. കാലൻ തെണ്ടി, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നിന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ? അവൾ മനസ്സിൽ അവനെ ശപിച്ചുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീകി. താഴേക്ക് ചെന്ന് ആകെ മാനക്കേടാകും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൾ ബാഗ് തുറന്ന് രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ എടുത്തു വെച്ചു. ആവശ്യമായ സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ച് അവൾ തയ്യാറായി. അപ്പോഴേക്കും വിഹാനും കുളിച്ച് വസ്ത്രം മാറി പുറത്തേക്ക് വന്നു. രണ്ടുപേരും താഴേക്കിറങ്ങി. താഴെ അപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. അനന്യ അടുക്കളയിലേക്കും ഡൈനിങ് ഹാളിലേക്കും തിരക്കിട്ട് ഓടി നടക്കുകയാണ്. അവളെ കണ്ട ദിയുടെ കണ്ണുകൾ ചെറുതായി ചുരുങ്ങി. എത്ര പറഞ്ഞാലും ഇവൾക്ക് മനസ്സിലാകില്ലേ? അവളുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത നിറഞ്ഞു. മറുവശത്ത് ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ മുഖം വീർപ്പിച്ച് അനന്യയെ നോക്കി മുറുമുറുത്തുകൊണ്ട് നിൽക്കുകയാണ് ആദിത്യൻ. അപ്പോഴാണ് വിഹാനും ദിയയും താഴേക്ക് വന്നത്. ദിയയുടെ നടത്തത്തിലെ വ്യത്യാസം ശാരദാമ്മയുടെ കണ്ണിൽപ്പെട്ടു. അവർ അവളെ സൂക്ഷിച്ചു നോക്കി. എന്തു പറ്റി ദിയക്ക്? ഒരുമാതിരി നടക്കുന്നുണ്ടവൾ. അവരുടെ മനസ്സിൽ ഒരു സംശയം മിന്നി. ഇത്രയും നാൾ ഇവർക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലേ? ഇന്നലെ രാത്രിയാണോ ഇതെല്ലാം? ആ ചിന്ത ശാരദാമ്മയുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. ദിയ, ഇവിടെ വാ മോളെ. അവരുടെ ശബ്ദം കേട്ടതും ദിയ ഒന്ന് ഞെട്ടി. ഞാനോ അമ്മേ? അതെ, ഇങ്ങോട്ട് വാ. ശാരദാമ്മ അവളെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. വാതിലടച്ച ശേഷം ദിയയെ നോക്കി അവർ ചോദിച്ചു. പറ മോളെ, എന്താ അമ്മേ? നിനക്കെന്താ ഒരു മാതിരി ഇരിക്കുന്നത്? നടക്കുമ്പോഴും എന്തോ ബുദ്ധിമുട്ടുള്ളതുപോലെ. ദിയയുടെ മുഖത്തേക്ക് പെട്ടെന്ന് ഒരു നാണം നിറഞ്ഞു. അതൊന്നുമില്ല അമ്മ, അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ ശാരദാമ്മയുടെ കണ്ണുകൾ അവളുടെ മുഖത്തു നിന്ന് മാറിയില്ല. അപ്പോഴാണ് ദിയയുടെ ചുണ്ടിൻ്റെ അരികിൽ ചെറിയ മുറിവ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതും. ഒന്നും ചോദിക്കാതെ ശാരദാമ്മ കബോർഡ് തുറന്നു. അവിടെ നിന്ന് ഒരു മാസ്ക് എടുത്ത് ദിയയുടെ കയ്യിൽ കൊടുത്തു. നാട്ടിലേക്ക് പോകുമ്പോൾ ഇത് ധരിക്കണം. മാസ്കിലേക്ക് നോക്കി ദിയയുടെ കണ്ണുകൾ പെട്ടെന്ന് താഴ്ന്നു പോയി. അമ്മേ, അത് പിന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ദിയ. ശാരദാമ്മയുടെ ശബ്ദത്തിൽ കുറ്റപ്പെടുത്തലൊന്നുമില്ല, മറിച്ച് ഒരമ്മയുടെ കരുതൽ മാത്രം. ഇത്രയും നാൾ നിൻ്റെയും അനിയത്തിയുടെയും എൻ്റെ മകനും വിഷമത്തിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാതിരുന്നതും എനിക്കറിയാം. ദിയ നിശബ്ദമായി നിന്നു. ഇന്നലെയാണോ നിങ്ങളുടെ ജീവിതം ശരിക്കും തുടങ്ങിയത്? ദിയയുടെ കവിളുകൾ ചുവന്നു. അവൾ പതുക്കെ തല കുനിച്ചു. ശാരദാമ്മ അവളുടെ തോളിൽ കൈവച്ചു. ദിയ, എന്തൊക്കെ ആയാലും അനിയത്തിയും ചേച്ചിയും തന്നെയാണ്. പക്ഷേ അവർ ഒരു നിമിഷം നിർത്തി. അവരവരുടെ ജീവിതം അവരവർക്കുള്ളതാണ്. ദിയ തലയുയർത്തി അമ്മയെ നോക്കി. ഒരാളുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് എത്രത്തോളം ഇടപെടാമെന്നതിന് ഒരു പരിധിയുണ്ട്. ബന്ധങ്ങൾ സംരക്ഷിക്കണം, പക്ഷെ അതിനുവേണ്ടി സ്വന്തം ജീവിതം തകർക്കരുത്. ആ വാക്കുകൾ ദിയയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയി. ശാരദാമ്മ അവളുടെ തലയിൽ സ്നേഹത്തോടെ കൈവച്ചു. ഇനി നീയും എൻ്റെ മകനും സന്തോഷത്തോടെ ജീവിക്കണം. ബാക്കിയുള്ളതൊക്കെ കാലം ശരിയാക്കിക്കൊള്ളും. ദിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളൊന്നും പറയാതെ ശാരദാമ്മയുടെ തോളിലേക്ക് ചാരി നിന്നു. പുറത്ത് ഹാളിൽ നിന്ന് ആദിത്യൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കാം. അനന്യ, നീ ഇനിയും റെഡിയായില്ലേ? അതിനൊപ്പം അനന്യയുടെ ശബ്ദവും കേട്ടു. ദാ വരുന്നു. അതിനുശേഷം അവൾ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിരുന്നു. മുഖത്തുണ്ടായിരുന്ന മാസ്ക് അഴിച്ചു വെച്ച് ദിയ ഭക്ഷണം കഴിച്ചു. കുറച്ചു സമയത്തിന് ശേഷം എല്ലാവരും യാത്രക്കായി തയ്യാറായി. വീട്ടുമുറ്റത്ത് കാറുകൾ ഒന്നിനു പിന്നാലെ നിരന്നു നിന്നിരുന്നു. അമ്മയച്ച, ഞങ്ങൾ പോയിട്ട് വരാം. ആദിത്യനും അനന്യയും മാതാപിതാക്കളുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി.
സന്തോഷമായി പോയിട്ട് വാ മക്കളെ. ശാരദാമ്മയുടെ വാക്കുകൾ കേട്ട് ദിയ പുഞ്ചിരിച്ചു. കാറിനടുത്തേക്ക് നടക്കുമ്പോൾ അവൾ ബാഗിൽ നിന്ന് മാസ്ക് എടുത്തു ധരിച്ചു. വിഹാൻ അത് കണ്ട് ഒന്നും ചോദിച്ചില്ല. അപ്പോഴാണ് ആദിത്യൻ അവൻ്റെ അടുത്തേക്ക് വന്നത്. വിഹാൻ, നിങ്ങൾ രണ്ടുപേരും ആ കാറിൽ പോയിക്കോളൂ. ഞാൻ എൻ്റെ കാറിൽ അനന്യയും കൂട്ടി വരാം. ശരി ഏട്ടാ. പറയുമ്പോൾ വിഹാന്റെ ഉള്ളിൽ ചെറിയ സന്തോഷം നിറഞ്ഞു നിന്നു. അവൻ വേഗം കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്ത് വീട്ടുമുറ്റം വിട്ടതോടെ ദിയ സീറ്റിൽ ചാരിയിരുന്നു. കുറച്ചു നേരം നിശബ്ദമായി ഓടിച്ച വിഹാൻ അവളെ നോക്കി. എന്തു പറ്റി ദിയ? എന്തിനാ നീ ഇങ്ങനെ മാസ്ക് വെച്ചിരിക്കുന്നത്? അത്രയും നേരം അടക്കി വെച്ചതിന് ദേഷ്യം ദിയയുടെ കണ്ണുകളിൽ തെളിഞ്ഞു. ഡാ കാല, നീയൊക്കെ ഒരു മനുഷ്യനാണോ? വിഹാൻ ഒന്ന് ഞെട്ടി അവളെ നോക്കി. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് പോകുകയാണെന്ന് നിനക്കറിയില്ലേ? പിന്നെ എന്തിനാണ് എൻ്റെ ചുണ്ടൊക്കെ നീ കടിച്ചു വെച്ചത്? അവൾ മാസ്കിനുള്ളൊക്കെ വിരൽ ചൂണ്ടി. അമ്മ കണ്ടിട്ടാണ് എനിക്ക് മാസ്ക് എടുത്ത് തന്ന് നാണം കെട്ടുപോയി. അത് കേട്ടത് വിഹാന്റെ മുഖത്ത് ചിരി മാഞ്ഞു. അവന് പെട്ടെന്ന് സങ്കടമായി. സോറി ദിയ. അവൻ്റെ ശബ്ദം പതിഞ്ഞു പോയി. പെട്ടെന്ന് വികാരപരിതനായി. അങ്ങനെ ചെയ്തു പോയതാടാ. ദിയ അവനെ രൂക്ഷമായി നോക്കി. മോനെ, നാളെ രാത്രി നിന്റെ ചുണ്ട് ഞാൻ കടിച്ചു വെക്കും. എന്നിട്ട് നീ അതുപോലെ ഓഫീസിൽ പോയാൽ മതി. അപ്പോൾ മനസ്സിലാകും. അവളുടെ കോപം കണ്ടപ്പോൾ വിഹാന്റെ ചുണ്ടിൽ വീണ്ടും ഒരു ചെറിയ ചിരി വന്നു. ശരിടി ഭാര്യ. പെട്ടെന്ന് വികാരപരിതനായി ചെയ്തു പോയതാ. ഇത്രയും നാൾ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് നാളെ ഉള്ളിൽ അടക്കി വെച്ചിരുന്നതെല്ലാം പെട്ടെന്ന് പുറത്തേക്ക് വന്നതാ. അവനൊരു നിമിഷം നിശബ്ദനായി. രാത്രി മുഴുവൻ ഉണ്ടായിരുന്ന ദേഷ്യം നിന്റെ മേൽ തീർത്തത് കൊണ്ടാ നിനക്ക് ഇത്തിരി കൂടുതൽ പരിക്ക് പറ്റിയത്. അവൻ അവളെ ഒന്ന് നോക്കി. സത്യമായിട്ടും സോറി. ഇനി ഞാൻ സൂക്ഷിച്ചോളാം. ദിയ ഒന്നും പറഞ്ഞില്ല. എങ്കിലും അവളുടെ മുഖത്തെ കോപം അല്പം കുറഞ്ഞിരുന്നു. അതേസമയം ആദിത്യൻ്റെയും അനന്യയുടെയും കാർ മുന്നോട്ട് നീങ്ങി. അനന്യ ജനാലേക്ക് നോക്കി നിശബ്ദയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ പതുക്കെ പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞോളാം. ആദിത്യൻ അവളെ നോക്കി. നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? അവളുടെ ചോദ്യത്തിൽ ഒരു ഭയം ഒളിഞ്ഞിരുന്നു. ആദിത്യൻ ചെറുതായി ചിരിച്ചു. അതോ? അവൻ സ്റ്റിയറിംഗിൽ പിടിച്ചിരുന്ന കൈ ഒന്നും കൂടി മുറുക്കി. ഞാൻ പറയും, നിങ്ങളുടെ മകൾക്കും എനിക്കും തമ്മിൽ ഒരുപാട് വയസ്സിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ ബന്ധം ശരിയാകില്ലെന്ന്. അനന്യ അവനെ നോക്കി. എന്നിട്ട്? നിങ്ങളുടെ മകളെ നിങ്ങൾ തന്നെ വെച്ചോളൂ എന്ന് പറയും. അവളുടെ കണ്ണുകൾ പതുക്കെ വലുതായി. ആദിത്യൻ തുടർന്നു. കോളേജ് തുറക്കുമ്പോൾ അവളെ കൊണ്ടുപോയി കോളേജിൽ വിടണം എന്നും പറയും. അവൻ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ വാക്കും അനന്യയുടെ നെഞ്ചിൽ പതിക്കുന്നത് പോലെ തോന്നി. പിന്നെ അവനൊരു നിമിഷം നിർത്തി. ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറയും. എന്ത്? അനന്യ ചുണ്ടിൽ നിന്ന് ആ വാക്ക് അറിയാതെ പുറത്തു വന്നു. അവളുടെ ഉള്ളിലുള്ള ഒരു തണുത്ത വിറയിൽ കടന്നുപോയി. ഇയാൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. ആദിത്യൻ്റെ മുഖത്ത് ഒരു വികാരവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ്റെ ആ വാക്കുകൾ അനന്യയുടെ മനസ്സിൽ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ ഉയർത്തിയിരുന്നു. ഡിവോഴ്സ്. ആ വാക്ക് മാത്രം അവളുടെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. അവൾ അറിയാതെ സ്വന്തം വിരലുകൾ കൂട്ടിപ്പിടിച്ചു. തൊണ്ട വരണ്ടു പോകുന്നത് പോലെ തോന്നി. അയാൾ ശരിക്കും എന്നെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവളൊന്നും ചോദിച്ചില്ല. പക്ഷെ അവളുടെ കണ്ണുകൾ ആദിത്യൻ്റെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു. അവൻ അവളെ ഒന്ന് നോക്കി. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? അനന്യയുടെ ചുണ്ടുകൾ വിറച്ചുപോയി. ഒന്നുമില്ല. പക്ഷെ അവളുടെ മനസ്സ് അപ്പോഴും ഒരു ചോദ്യത്തിൽ കുടുങ്ങിക്കൊടുക്കുകയാണ്. ആദിത്യന് ശരിക്കും എന്നെ വേണ്ടേ? കാറിനുള്ളിലെ നിശബ്ദതയ്ക്ക് പോലും അപ്പോൾ ഒരു ഭാരം തോന്നി. പുറത്ത് വഴിയിലൂടെ കാറുകൾ പാഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ അനന്യയുടെ മനസ്സിൽ മാത്രം ആ സമയം നിശ്ചലമായിരുന്നു. എന്താ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയ എൻ്റെ അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും? അവർക്ക് സങ്കടമുണ്ടാവില്ലേ? അനന്യയുടെ ശബ്ദം സങ്കടം നിറഞ്ഞു. സ്റ്റിയറിംഗിൽ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് ആദിത്യൻ മുന്നോട്ട് തന്നെ നോക്കി. നിന്റെ അച്ഛനും അമ്മയും എന്ത് വിചാരിച്ചാൽ എനിക്കെന്താ? അവൻ്റെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നു. ഇന്ന് തന്നെ അവരോട് സത്യം പറഞ്ഞേക്കാം. എത്ര നാളെന്ന് വെച്ചാൽ ഇതൊക്കെ മറച്ചു വെക്കുന്നത്? എന്തായാലും നീയും ഞാനും ഡിവോഴ്സ് ചെയ്യാൻ പോകുകയല്ലേ? അതവർ അറിയുക തന്നെ ചെയ്യും. പിന്നെ എന്തിനാ ഇനിയും നീ മറച്ചു വെക്കുന്നത്? അനന്യയുടെ നെഞ്ചിൽ ഒരു പിടച്ചിൽ. ആ വാക്കുകൾ കേൾക്കുമ്പോഴെല്ലാം ഉള്ളിലെന്തോ തകരുന്നത് പോലെ. ഇനിയും കോളേജ് തുറക്കാൻ 10 ദിവസം കൂടിയല്ലുള്ളൂ. അതുവരെ നീ സന്തോഷത്തോടെ നിന്റെ അമ്മയുടെ വീട്ടിൽ നിന്നോ. കോളേജ് തുറന്നാൽ പോയി പഠിക്ക്. അവൻ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ നിന്നെ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. അവൾ അവനെ നോക്കി. പിന്നെ
എത്രയോ മാട്രിമോണി സൈറ്റുകളുണ്ട്. അതിൽ പോയി രജിസ്റ്റർ ചെയ്താൽ എനിക്ക് അനുയോജ്യമായ ഒരു പെണ്ണിനെ തന്നെ കിട്ടും. അനന്യയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഇത്രയും നാൾ എനിക്ക് വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അച്ഛനും അമ്മയും എത്ര പെണ്ണിനെ കാണിച്ചാലും ഞാൻ പോയി കാണാതിരിക്കുന്നതും കല്യാണം കഴിക്കാതിരുന്നതും. അവൻ്റെ ശബ്ദത്തിൽ അഹങ്കാരം കലർന്നു. ഞാനൊന്ന് ഓക്കെ പറഞ്ഞാൽ എനിക്ക് പെണ്ണ് കിട്ടാതിരിക്കുമോ? ബിസിനസ്മാനാണ് ഞാൻ. അവനൊരു നിമിഷം അവളെ നോക്കി. കല്യാണത്തിന് അതിൻ്റെതായൊരു ഗത്ത് തന്നെ ഉണ്ടാകും. കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങൾക്കൊന്നും ഇവിടെ ക്ഷാമമില്ല. മനസ്സിലാക്കിക്കോ നീ. അനന്യ ഒന്നും മിണ്ടിയില്ല. നീ പോയി സന്തോഷമായി കോളേജിൽ പഠിക്ക്. 5 വർഷം കഴിഞ്ഞാലും നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. അവസാന വാക്കുകൾ അവൻ ദേഷ്യത്തോടെയാണ് പറഞ്ഞത്. കാർ വേഗത്തിൽ മുന്നോട്ടെടുത്തു. അനന്യ സീറ്റിലേക്ക് ചാരിയിരുന്നു. ഇതെല്ലാം സത്യമാണോ? അവളുടെ മനസ്സിൽ ഭയം നിറഞ്ഞു. അവൻ ശരിക്കും തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ശരി സാർ. അവൾ വളരെ പതുക്കെ വിളിച്ചു. ആദ്യത്തിനും ഒന്നും മിണ്ടിയില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇപ്പോൾ വേണ്ട. അവൻ അത് കേട്ടതും പുരികമുയർത്തി അവളെ നോക്കി. വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ മതി. എന്താ ഇപ്പോൾ പറഞ്ഞാൽ? അനന്യയുടെ വിരലുകൾ തമ്മിൽ മുറുകി. അതിപ്പോൾ നാട്ടിലെല്ലാവരും വിശേഷത്തിൻ്റെ സന്തോഷത്തിലായിരിക്കും. അവൾ പുറത്തേക്ക് നോക്കി. നിങ്ങൾ പെട്ടെന്ന് അച്ഛനോടും അമ്മയോടും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവർ ആ സന്തോഷത്തിനിടയിൽ ഒരു മൂലക്കിലിരുന്ന് കരയാൻ തുടങ്ങും. അവളുടെ ശബ്ദം ഇടറിപ്പോയിരുന്നു. പിന്നെ ഈ ഉത്സവം എങ്ങനെയാ അവർ ആഘോഷിക്കുക? അവൾ അവനെ നോക്കി. കൂട്ടുകാരൊക്കെ ഉണ്ടാകും, നിറയെ ബന്ധുക്കളും. എല്ലാവരും സന്തോഷത്തിലായിരിക്കും. എത്ര വലിയ ആഘോഷമാണെന്നറിയോ? ഒരു നിമിഷം അവൾ മിണ്ടാതെ നിന്നു. അതുകൊണ്ട് 1-2 ദിവസം ക്ഷമിക്ക്. അതിനുശേഷം അവരോട് പറയാം. ആദിത്യൻ്റെ ഉള്ളിൽ വീണ്ടും കോപം ആളിക്കത്തി. ഇപ്പോഴും ഇവളുടെ മനസ്സിൽ ഞാനില്ലേ? ഇവൾക്ക് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലേ? അതോ അങ്ങനെ അഭിനയിക്കുന്നതോ? അവൻ്റെ മനസ്സ് തന്നോട് തന്നെ ചോദിച്ചു. അല്പം പോലും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവൾ. ഞാൻ പോയാൽ സാരമില്ലെന്നാണ് ഇവൾ കരുതുന്നത്. സ്റ്റിയറിങ്ങിൽ അവൻ്റെ വിരലുകൾ ഒന്നുകൂടി മുറുകി. നീ വിഷമിക്കേണ്ട ആദിത്യ. നിന്റെ കത്ത് അവളുടെ മുന്നിൽ വിട്ടുകൊടുക്കരുത്. 2 ദിവസം എങ്ങനെയെങ്കിലും ക്ഷമിക്കുന്നേ. അതിനുശേഷം ഇവളെ ശരിയാക്കിയെടുക്കാം. അവൻ മനസ്സിൽ തീരുമാനിച്ചു. ശരി. അവൻ്റെ പെട്ടെന്ന് ശാന്തമായി. ഇപ്പോൾ പറയില്ല. ആ വാക്ക് കേട്ടതും അനന്യയുടെ ഉള്ളിൽ ഒരു വലിയ ആശ്വാസം പിറന്നു. കുറഞ്ഞത് ഈ സന്തോഷങ്ങളിലെങ്കിലും തകർന്നു പോകില്ലല്ലോ. കുറച്ച് സമയത്തിനു ശേഷം കാർ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് പതുക്കെ ഗ്രാമത്തിൻ്റെ വഴിയിലേക്ക് കടന്നു. റോഡ് കഴിഞ്ഞ് മുന്നിൽ ഒരു ചെമ്മൺ പാത തെളിഞ്ഞു വന്നു. മഴ പെയ്തു കഴിഞ്ഞ മണ്ണിൻ്റെ ഗന്ധം കാറിനുള്ളിലേക്കും ഒഴുകിയെത്തി. ഇരുവശത്തും പച്ചപ്പിൻ്റെ വിശാലത. പിരിഞ്ഞു പിരിഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങൾക്കിടയിലൂടെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ആ ചെമ്മൺ പാത ദൂരെയുള്ള ഒരു കുന്നിൻ ചെരുവിലേക്കൊന്നു പോലെ നീണ്ടു കിടക്കുന്നു. കാറ്റിൽ നെൽച്ചെടികൾ ഒന്നിനൊന്ന് തഴുകിപ്പോകുന്നുണ്ട്. പച്ചപ്പിൻ്റെ നടുവിൽ ഇടയ്ക്കിടെ വെള്ളം നിറഞ്ഞ ചെറിയ തോടുകൾ. തോടിന് മുകളിലായി പഴയൊരു മരപ്പാലവും. അതിനരികിൽ കൂട്ടമായി നിൽക്കുന്ന തെങ്ങുകൾ. വഴിയരികിലെ വീടുകൾ. മുറ്റങ്ങളിൽ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളാണ്. എവിടെയും ചിരികളും സംസാരങ്ങളും. കുട്ടികൾ പുതിയ വസ്ത്രങ്ങളണിഞ്ഞ് ഓടി നടക്കുന്നുണ്ട് മുറ്റത്തെല്ലാം. അകലെയെങ്ങോ ക്ഷേത്രത്തിൽ നിന്നുള്ള ചെണ്ടയുടെ താളം കാറ്റിനൊപ്പം ഒഴുകിയെത്തുന്നുമുണ്ട്. ആ ഗ്രാമം മുഴുവൻ ഒരു ഉത്സവത്തിന് ഹൃദയമായി മാറിക്കഴിഞ്ഞിരുന്നു. അനന്യ ജനാലയുടെ പുറത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ പഴയൊരു വീടിൻ്റെ ഓർമ്മകൾ തെളിഞ്ഞു. ഇവിടെയാണ് അവൾ പതുക്കെ പറഞ്ഞു. ആദ്യത്തിനൊന്നും പറഞ്ഞതേയില്ല. കാർ വീണ്ടും കുറച്ചു ദൂരം മുന്നോട്ട് പോയി. ഒടുവിൽ ചെമ്മൺ പാത അവസാനിച്ചത് വലിയൊരു മുറ്റം തെളിഞ്ഞു. അവിടെയായിരുന്നു അനന്യയുടെ വീട്. പഴയതെങ്കിലും ഗംഭീരമായൊരു നാലുകെട്ട്. ചുവന്ന ഓടുമേഞ്ഞ മേൽക്കൂര. വലിയ മരവാതിൽ. മുറ്റത്തിൻ്റെ ഒരു വശത്ത് തുളസിത്തറ, മറ്റൊരു വശത്ത് നിറയെ പൂത്തു നിൽക്കുന്ന ചെമ്പരത്തി. വരാന്തയുടെ തൂണുകൾ മാവിലത്തോരങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നു. മുറ്റത്തിൻ്റെ ഒരു ഭാഗത്ത് വലിയൊരു പന്തൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. വെളുത്ത തുണി കൊണ്ട് അലങ്കരിച്ച പന്തലിനടിയിൽ നിരനിരയായി കസേരകളും. അടുക്കള ഭാഗത്തുനിന്ന് പാചകത്തിൻ്റെ മണം. വരാന്തയിൽ ബന്ധുക്കളുടെ തിരക്ക്. അവർക്ക് മുമ്പ് വിഹാനും തീയും വീട്ടിലെത്തിയിരുന്നു. കാർ മുറ്റത്തേക്ക് കയറിയതും പല കണ്ണുകളും അവരിലേക്ക് തിരിഞ്ഞു. അനന്യയുടെ ഹൃദയം പെട്ടെന്ന് സന്തോഷത്തോടെ നിറഞ്ഞു. സ്വന്തം നാട്, സ്വന്തം വീട്, സ്വന്തം ആളുകൾ. പക്ഷെ അടുത്ത നിമിഷം അവളുടെ അരികിലിരുന്ന ആദിത്യനെ ഓർത്തപ്പോൾ ആ സന്തോഷത്തിനിടയിലും ഒരു ചെറിയ വേദന പടർന്നു. കാർ നിർത്തി. അവർ പുറത്തേക്കിറങ്ങി. ആദിത്യൻ്റെ മുഖത്ത് പതിവുള്ള ഗൗരവം തന്നെയാണ്.
എങ്കിലും ചുറ്റുമുള്ള ആളുകൾക്കൂടെ കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു അപരിചിതമായ അസ്വസ്ഥത നിറഞ്ഞു. എപ്പോഴും ആളുകളിൽ നിന്ന് അകന്ന് സ്വന്തം ലോകത്ത് മാത്രം ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അവൻ. ഇന്ന് ചുറ്റും ഇത്രയധികം മനുഷ്യർ, ഓരോരുത്തർക്കും ഓരോ ചോദ്യങ്ങൾ, ഓരോ മുഖത്തും ഓരോ സ്നേഹം, ഓരോ വാക്കിലും പരിചയം. അവൻ അതിൽ പുതിയൊരു ലോകം പോലെയായിരുന്നു. എന്നും ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുന്നവൻ കൂട്ടും കുടുംബവും ഒന്നും അവൻ വിചാരിച്ചതേയില്ലായിരുന്നു. എങ്കിലും മുഖത്ത് അതൊന്നും പ്രകടമാകാതെ അവൻ അനന്യയുടെ കൂടെ നടന്നു. അവളുടെ അച്ഛനും അമ്മയും വാതിൽക്കൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അനന്യയെ കണ്ടതും അമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി. ആദിത്യനെ കണ്ടപ്പോൾ സന്തോഷം ഇരട്ടിയായി. സുഖമല്ലേ അമ്മേ? ആദിത്യ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ്റെ ഉള്ളിൽ അനന്യയോടുള്ള ദേഷ്യം അപ്പോഴും കത്തിയിരുന്നെങ്കിലും അതിൻ്റെ ഒരു കണിക പോലും അവൻ അവരോട് കാണിച്ചില്ല. സുഖമാണെടോ മോനെ. അമ്മയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? അച്ഛനും ചിരിച്ചു. വാ മക്കളെ, അകത്തേക്ക് വാ. അവർ ഇരുവരും സ്നേഹത്തോടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ആദിത്യനും ഒരു നിമിഷം മിണ്ടാതിരിക്കാനേ കഴിഞ്ഞുള്ളൂ. ഇവരൊന്നും ഒന്നും അറിയുന്നില്ല. അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത കടന്നു വന്നു. അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ താൻ പറയാൻ പോകുന്ന ആ സത്യം വലിയൊരു വേദനയായിരിക്കുമെന്ന് അവൻ ആദ്യമായി തോന്നി. എങ്കിലും അവൻ ആ ചിന്തയെ മനസ്സിൽ നിന്ന് തള്ളിക്കളഞ്ഞു. പുറത്ത് ഉത്സവത്തിൻ്റെ താളമുയർന്നു. വീടിനുള്ളിൽ ചിരികൾ നിറഞ്ഞു. ബന്ധുക്കൾ ഒന്നിനു പിന്നാലെ ഒന്നായി എത്തിക്കൊണ്ടേയിരുന്നു. ആരോ അനന്യയെ വിളിക്കുന്നു. മറ്റുള്ള ആദിത്യനോട് സംസാരിക്കുന്നുണ്ട്. മരുമകനെ, ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ടടാ? നന്നായി പോകുന്നുണ്ട്. നിങ്ങളെന്തേ വരാൻ ഇത്രയും വൈകിയത്? ട്രാഫിക് കുറച്ചുണ്ടായിരുന്നു. അവൻ ഓരോ ചോദ്യത്തിനും പുഞ്ചിരിയോടെ മറുപടി നൽകി. അനന്യ ദൂരെ നിന്ന് അവനെ നോക്കി. ഇത്രയും സ്വാഭാവികമായി എങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നു ഇയാൾക്ക്? അവൾക്ക് അത്ഭുതമായി. പുറത്തെല്ലാവരും അവരുടെ ദാമ്പത്യത്തെക്കുറിച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്നു. അവരുടെ ഇടയിൽ മാത്രം ഒരു വേർപിരിയലിൻ്റെ വാക്ക് നിഴലായി നിന്നിരുന്നു.